ഈ പുള്ളിക്കാരൻ ഈ വലിയ ഡൈനോസർ സ്റ്റാച്ചുവിന്റെ ഡാമേജ് പറ്റിയ ചെറിയൊരു ക്രാക്കിലൂടെ അകത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം സ്ലിപ്പായിട്ട് ഈ പറയപ്പെടുന്ന സ്റ്റാച്ചുവിന്റെ ഉള്ളിലേക്ക് അതും തല കീഴായിട്ട് വീണതോ സ്റ്റാച്ചുവിന്റെ ഏറ്റവും ബോട്ടം പാർട്ടായിട്ടുള്ള ആ ഡൈനോസറിന്റെ കാലിലേക്കാണ് പുള്ളിക്കാരൻ പതിച്ചത്. ശരിക്കും പറഞ്ഞാൽ അയാൾ വലിയൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത്. അടുത്തെങ്ങും ആരും തന്നെ ഇല്ല, മാത്രമല്ല തല കീഴായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. എന്നാലും പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പല ശ്രമങ്ങൾ നടത്തി കഷ്ടപ്പെട്ടെങ്കിലും പുള്ളിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. പതിയെ പുള്ളിയുടെ ബോധം നഷ്ടപ്പെടുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം ഈ സ്റ്റാച്ചുവിനകത്ത് നിന്നും ബാഡ് സ്മെൽ അടിക്കാൻ തുടങ്ങി. അതോറിറ്റീസ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിനകത്ത് ഈ പുള്ളിക്കാരൻ്റെ ബോഡിയാണ് കാണുന്നത്. എന്താണെങ്കിലും ആ ഡൈനോസറിൻ്റെ കാല് കട്ട് ചെയ്ത് പുള്ളിയുടെ ബോഡി പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആർക്കും പിടികിട്ടാത്ത മനസ്സിലാകാത്തൊരു വസ്തുത എന്താണെന്നറിയോ? എന്നാലും ശരിക്കും എന്തിനായിരിക്കും പുള്ളിക്കാരൻ സ്റ്റാച്ചുവിലേക്ക് വലിഞ്ഞ് കയറിയത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൗതുകം കൂടിപ്പോയിട്ടായിരിക്കുമോ? അതോ ഈ ആരിൽ എന്തെങ്കിലും പേടിച്ച് ഒളിക്കാനായിട്ട് കയറിയതായിരിക്കുമോ? എന്തായാലും കൗതുകവും ക്യൂരിയോസിറ്റിയൊക്കെ ലേശം കൂടുതലുള്ള ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം കൗതുകം കൂടിപ്പോയിട്ട് ഇതുകൊണ്ടൊക്കെ ട്രാപ്പിലൊക്കെ പോയി പെട്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എപ്പോഴാണ് അപകടങ്ങൾ വരുന്നത്, എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നോക്കിയത് ഞാൻ മരത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. വല്ല കൊമ്പോ വല്ല തേങ്ങ വല്ല വന്ന് വീഴോ നോക്കി. എന്തായാലും ടേക്ക് കെയർ.